ടി ജി ലോക്സഭയിൽ പലവിധ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി ചൈന വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. അതായത് ഡോക്ലാമിൽ സംഭവിച്ച ചൈന ടാങ്കുകൾ കയറി വന്നപ്പോൾ അത് തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയില്ല. ഉചിതമായത് ചെയ്തോളാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഉചിതമായത് ചെയ്തോളാൻ ആർമി ജനറലിനോട് പറഞ്ഞു, അല്ലെങ്കിൽ മേധാവിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്നത്തെ ആർമി മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവാനെ അദ്ദേഹം എഴുതിയെന്ന് പറയപ്പെടുന്നു, പബ്ലിഷ് ആയിട്ടില്ല. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് കാരവനിൽ വന്ന ഇത് വായിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ചൈന വിഷയം ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഇപ്പോഴല്ല, രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട് അത് പറയുന്നുണ്ട്. ഡോക്ലാമിൽ നമ്മളുടെ എത്രയാണ് 4000 സ്ക്വയർ കിലോമീറ്റർ, 40,000 സ്ക്വയർ കിലോമീറ്റർ, ഇങ്ങനെ പലതവണ പലതായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ ഈ ജനറൽ എം നരവണെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരവൻ മാഗസിനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ വന്ന ലേഖനം, അതാണ് ഇദ്ദേഹം എടുക്കുന്നത്. കാരവൻ മാഗസിൻ അച്ചടിയിലില്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. കാരവൻ്റെ ഒരു കോപ്പി ഒന്നുമില്ലെങ്കിൽ എയർപോർട്ടിലെങ്കിലും കാണണമല്ലോ. നോ, അതില്ല. അതൊരു വെബ് മാഗസിനായിട്ട് നിൽക്കുന്നു. വെബിൽ തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു സാധനമാണ്. അതിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ആരോ എഴുതിയ ലേഖനം എടുത്ത് ഇദ്ദേഹം ലോക്സഭയിൽ കൊണ്ടുപോയി. അതാണ് സാങ്കേതികമായിട്ട് അവർ പറഞ്ഞത്. എം നരവണയുടെ ആത്മകഥയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല. അത് ആത്മകഥയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരവൻ മാഗസിനിൽ വന്ന ലേഖനമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല. എം നരവണെ എഴുതി എന്ന് പറഞ്ഞ് കാരവൻ മാഗസിനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം പ്രസിദ്ധീകരിച്ച് ആ ലേഖനത്തിൻ്റെ ഫോട്ടോ കോപ്പി വെച്ചാണ് നിങ്ങൾ പറയുന്നത്. ഇതൊന്നും തന്നെ ലോക്സഭയിൽ ഒരു റെക്കോർഡല്ല. ലോക്സഭയിൽ റെക്കോർഡ് വയ്ക്കുമ്പോൾ അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇത് ഒറിജിനലാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് സ്പീക്കർക്ക് കോപ്പി കൊടുക്കാനായിട്ട് ഓതറൈസ് ചെയ്യണം. അത് മേശപ്പുറത്ത് വയ്ക്കണം. ആൻഡ് ദെൻ യു ക്യാൻ സ്പീക്ക്. ഇല്ലെങ്കിൽ രേഖയില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാം. അത് രാഹുൽ ഗാന്ധിയോട് ആരും പറഞ്ഞു കൊടുത്തില്ലെന്ന് എനിക്കറിയില്ല. ഒരു രേഖയും ഇല്ലാതെ നിങ്ങൾക്ക് ലോക്സഭയിൽ ഇത് പറയാം. നരവണയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാദിക്കാം. നിങ്ങൾ അപ്പോൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇത് ഇദ്ദേഹം ഈ കടലാസില്ലാതെ ഇങ്ങനെ കാണാപ്പാടം ഇത് പറയാനും പറഞ്ഞുകൂടാ. അത് അദ്ദേഹത്തിൻ്റെ വേറൊരു പുലിവാലാണ്. ഇത് കുറേ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പ്രശ്നം ആദ്യം റേസ് ചെയ്തത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഇവിടെ ചൈന കടന്നു കയറി നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്വീറ്റ് ചെയ്തു. ആരും പ്രതികരിച്ചില്ല. സ്വാമി പ്രതിരോധ വകുപ്പിലേക്ക് കത്തെഴുതും, ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ച്. പ്രതിരോധ വകുപ്പ് മറുപടി കൊടുത്തില്ല. സ്വാമി RTI വഴി അപ്ലൈ ചെയ്തു, അതിനും മറുപടി കൊടുത്തില്ല. സ്വാമി കേസിന് പോയി. കേസ് കോടതിയിൽ കോടതി ഒരു നോട്ടീസൊക്കെ അയച്ചിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ സ്വാമി അന്നും പറഞ്ഞു, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് തീർന്നു. ബട്ട് അത് പറയാത്തത് എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ മനസ്സില്ല എന്നായിരിക്കണം ഒരു പക്ഷേ സർക്കാരിൻ്റെ മനസ്സിൽ. എന്ത് വാങ്ങിക്കോട്ടെ, കാരണം പൊളിറ്റിക്കലി ഇവർ തമ്മിൽ ഭയങ്കര ശത്രുത ആയിക്കഴിഞ്ഞല്ലോ. ഇദ്ദേഹം മോദിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും അത്യാവശ്യത്തിനും എല്ലാം ചീത്ത പറഞ്ഞ് ആകെ ആ റിലേഷൻ വഷളായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാമിക്കൊരു മറുപടി കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി ഇത് പലതവണ ലോക്സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും തട്ടാമുട്ടി മറുപടിയൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് വിടും ആൾക്കാർ. വാസ്തവത്തിൽ ഡോക്ലാമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അതറിയാൻ ഇനിയും ഒരു 10-25 വർഷം 40 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഈ സ്ഥലം പോയോ കിട്ടിയോ ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. ആകെ നമുക്കറിയാവുന്ന ഒരു കാര്യം 1962 ചൈന പിടിച്ചുകൊണ്ട് പോയ സ്ഥലം.
അത് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം കേരളത്തിൻ്റെ വലിപ്പത്തിലുള്ള സ്ഥലം ചൈനയുടെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് 71 നമ്മൾ പിടിച്ചെടുത്തതും തിരിച്ച് സറണ്ടർ ചെയ്തതുമായ സ്ഥലം പിടിച്ചെടുത്തു, തിരിച്ച് സിംല കരാർ വന്നപ്പോൾ സറണ്ടർ ചെയ്തു. ഇതിൻ്റെ റെക്കോർഡുണ്ട്. 62 യുദ്ധത്തിൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടുണ്ട്, ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട്. ഹെൻഡേഴ്സൺ ബ്രൂക്ക് അവർ സായിപ്പന്മാരാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ സർദാർജിമാരും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഉന്നതതല അന്വേഷണ സംഘമാണ്. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട് പുറത്തുവിടണം. കോൺഗ്രസ് പുറത്തുവിട്ടില്ല. BJP അധികാരത്തിൽ വന്നു, വാജ്പേയി അധികാരത്തിൽ വന്നു. ഈ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ അടുത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പുറത്ത് വിട്, ഞങ്ങളോ വിട്ടില്ല, ഞങ്ങൾ കൊള്ളില്ലാത്തവർ, നിങ്ങൾ വിട്. അരുൺ ജെയ്റ്റ്ലിയും വിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 62 നമ്മളത് ഒരു പരാജയമായിരുന്നു, നമ്മൾ തോറ്റു ക്ലീനായിട്ട്. ഈ തോൽവിയുടെ കാരണങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് ജനറൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, മേജർ എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, മന്ത്രി എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, VK കൃഷ്ണമേനോന് ഉത്തരവാദിത്വം ഉണ്ടാവാം, ജവഹർലാൽ നെഹ്റുവിന് ഉത്തരവാദിത്വം. ഇതെല്ലാം കൂടെ കിള്ളിപ്പൊളിച്ചിപ്പോൾ പുറത്തിട്ടിട്ട് ഇവരെയൊക്കെ കൂടെ നമുക്ക് നാറ്റിക്കുക എന്നുള്ളതല്ലാതെ പ്രയോജനം എന്താ? ഇത് ഒരു വശം. അതേസമയം ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പറയുന്നത് ഈ വിവരം അറിയണ്ടേ, നമ്മൾ തോറ്റെങ്കിൽ തോറ്റു, എന്തോ ഇപ്പോൾ എന്താ 62 യുദ്ധത്തിൽ നമ്മൾ തോറ്റു, എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? അത് ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ചു പറ്റിയെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അന്നത്തെ ആളുകൾ മുഴുവൻ മോശമൊന്നും ആകുന്നില്ല. ഒരു യുദ്ധം തോറ്റു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു മേജറെയോ മന്ത്രിയെയോ കുറ്റം പറയാൻ പോകുന്നില്ല. ഇങ്ങനെയും ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. സത്യം ഇതിൻ്റെ നടുക്ക് എവിടെയാണ്, സത്യം പുറത്തു വരുന്നില്ല. അത് പൊതുവേ ഭാരതത്തിൻ്റെ ഒരു സ്വഭാവമാണ്, കോൺഫിഡൻഷ്യാലിറ്റി. മറ്റ് രാജ്യങ്ങൾക്ക് അത്രയില്ല. സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ഒക്കെ ഉണ്ട്, ഇപ്പോൾ റഷ്യയ്ക്കും ഉണ്ട്. കോൺഫിഡൻഷ്യലാണ്, ഒരു കാര്യം പുറത്തുവിടില്ല. ബട്ട് യൂറോപ്പ്, അമേരിക്കയൊക്കെ ഒരു 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡീക്ലാസിഫൈ ചെയ്യും. സകല കടലാസും സകല തെമ്മെടുത്തിട്ട് എല്ലാം ഡീക്ലാസിഫൈ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തുവിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ അതിൽ പേര് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ മഹത്വത്തിന് അവർ കുറവും കാണില്ല. ഇവിടെ അത് നമുക്ക് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് പറയുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് എടുത്തിട്ടത് സർക്കാരിനെ വെറുതെ ഒന്ന് കുഴപ്പത്തിലാക്കാം എന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇത് പുറത്തു വരാൻ പോകുന്നില്ല, ഈ വിവരം പുറത്തു വരാൻ പോകുന്നില്ല.